റോയ് സാറിന് അവസാനമായി ഒരു നോക്ക് കാണാൻ പോകുന്ന ഭാര്യയും കുട്ടികളാട്ടോ. ആ ഒരു വീടിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് ഇതൊക്കെ. ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് ഇപ്പോഴും ജാട കാണിക്കാനെന്ന് വിശ്വസിക്കുന്ന സമ്പൂർണ്ണ സാക്ഷര കേരളത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ മലയാളികളെ പോലെ ചേറ്റകൾ വേറെ ഒരു സ്ഥലത്തും കാണില്ല കേട്ടോ. മരിച്ച ആളെ പോലും വെറുതെ വിടരുത് കേട്ടോ. എല്ലാവരെയും ഉദ്ദേശമല്ല കേട്ടോ. കുറച്ച് പൊട്ടക്കണക്കിലെ തവളകൾ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ട് കേട്ടോ. മരണ വീട്ടിൽ പോലും കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നു, മകൾ ഓവറാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുക കേട്ടോ. നീയൊക്കെ ഏത് ലോകത്താണ് ഊളകളെ ജീവിക്കുന്നത്? പണമുള്ളവർ ലൈഫ് അത് വേറെ ലെവൽ തന്നെയാട്ടോ. അവരുടെ ആ ഡ്രസ്സിങ്ങിനെ ശ്രദ്ധിച്ചു നോക്കട്ടോ. ഇങ്ങനെ കണ്ണുകടിയുള്ള കുറച്ച് ആളുകളൊക്കെ സാധാരണ FP-യിലാട്ടോ കാണാറുള്ളത്. സത്യം പറഞ്ഞാൽ ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് എന്തിനാണെന്ന് പോലും അതിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അറിയാൻ പാടാത്ത കുറച്ച് മലയാളികളാട്ടോ. പൊതുവായിട്ട് പറഞ്ഞാൽ ഈ മലയാളികളൊന്നും ഗതി പിടിക്കാത്തതിന് കാരണം ഇതൊക്കെ തന്നെയാട്ടോ. നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൺഗ്ലാസ് എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ. ഈ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന 100 രൂപയുടെ ഗ്ലാസ് ഒക്കെ വെച്ച് ഷോ കാണിക്കുന്ന നിനക്കൊന്നും അത് പറഞ്ഞ് മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും കുറച്ച് ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒന്നും വ്യക്തമായ ധാരണകളൊന്നുമില്ല കേട്ടോ. ഈ പുറലോകം കാണാത്ത കുറച്ച് ആളുകളാണ് ഈ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകണത്. സാധാരണ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെയുള്ള അമ്മമാർ കണ്ടേക്കണത്. ഈ ക്രിസ്ത്യൻ മരണവീടുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. മാക്സിമം അവർ എക്സിക്യൂട്ടീവ് ലുക്കിലായിരിക്കും ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യണം. അത് മരിച്ച ആളെ പോലും അങ്ങനെ തന്നെയായിട്ട് ഒരുക്കി വിടാറ്. പിന്നെ ഇങ്ങനെയുള്ളവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പൊട്ടക്കണ്ടിലെ തവള തന്നെയാട്ടോ. അരിയും മലരും തിരിച്ചറിയാത്ത ഇങ്ങനെ ഒരു സാഹചര്യത്തിലും അവരെയൊക്കെ കുറ്റം പറയുന്ന ഇങ്ങനെ കുറച്ച് ചീപ്പായ മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലെ. ഈ സൺഗ്ലാസ് വെച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ഉപയോഗങ്ങൾ കൂടുതലായിട്ട് അറിയാവുന്ന ആളുകളുടെ ഒന്ന് കമന്റ് ആക്കണേ.